ഞാൻ ആദ്യം തൊട്ടേ കോട്ടൺ സാരി തന്നെ വേണം നിർബന്ധമായിരുന്നു. ഞാൻ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് തുടങ്ങി. കോട്ടൺ സാരി അപ്പോൾ എത്ര കോസ്റ്റ്ലി അല്ല, അന്ന് എനിക്കൊരു 300-400 രൂപയ്ക്ക് കിട്ടും. ഇപ്പോൾ അത് 800-1000 ആ റേഞ്ചിലേക്ക് പോയി, ഈ വർഷങ്ങൾ കഴിഞ്ഞില്ലേ. എന്നാലും പ്യുവർ കോട്ടൺ, അതിന് ചേരുന്ന ആക്സസറീസ്, നെയിൽ പോളിഷ് മാച്ചിങ്, ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാത്രങ്ങൾ, ഭംഗിയുള്ള പാത്രങ്ങൾ വാങ്ങും. അപ്പോൾ അതിലേക്ക് അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഇതിലൊക്കെയാണ്. അപ്പോൾ ശരിക്കും ജെനുവിൻലി പോസിറ്റീവായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ കാണാം, അവരെല്ലാം കാണുന്നുണ്ട്. പക്ഷെ കുറച്ച് ഞരമ്പ് രോഗികൾ വേറെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് അവർക്ക് വയറിൻ്റെ ഒരു ശകലം കാണുക, സൈഡ് കാണുക. ഇത് ഞരമ്പ് രോഗികൾ, അവര് ഞരമ്പ് രോഗികളാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിലുപരി എനിക്ക് തോന്നിയ ഒരു കാര്യം, അത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടോട്ടെ, കുഴപ്പമില്ല. തിങ് ഓഫ് ബ്യൂട്ടി ഈസ് ജോയ് ഫോർ എവറിബഡി, അങ്ങനെ ആണല്ലോ. അപ്പം ആസ്വാദനം വെരി നൈസ്, പോസിറ്റീവായിട്ട്. അപ്പോൾ ഒരു അല്പമൊക്കെ കാണുന്നതിൽ പിന്നെ വയറൊന്നും നമ്മുടെ നമ്മുടെ ബോഡി പാർട്ടല്ലേ, അതിനെ എന്തിനാ വെറുക്കുന്നത്? അപ്പോൾ അത് കണ്ട എന്താ കുഴപ്പം, ഒരു ശകലം വയറ് കണ്ട എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നമ്മളത് എക്സ്പോസ് ചെയ്ത് നിൽക്കുകയല്ലോ. അത് ചിലപ്പോൾ കൈ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഒരു അല്പമൊക്കെ കണ്ടുവന്നിരിക്കും. പിന്നെ പാചകമാണ് ചെയ്യുന്നത്. അതെ, എന്റെ കോൺസെൻട്രേഷൻ അതാണ്. ഓക്കെ, അന്നേരം ഇതിന്റെ സൈഡ് അത് മാത്രം സൂം ചെയ്യുക, അതെടുത്തോണ്ട് പോവുക, എന്നിട്ട് അത് ഭയങ്കരമായിട്ട് കൊണ്ടുപോകുക. പക്ഷേ വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, നെഗറ്റീവ് പബ്ലിസിറ്റി ഈസ് ഓൾസോ പബ്ലിസിറ്റി. അപ്പൊ അങ്ങനെ കുറെ വ്യൂവേഴ്സ് വേറെ വരുന്നുണ്ട്. അത് നമ്മൾ അതിന് ടാർഗറ്റ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. അപ്പൊ എന്തായാലും ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതൊരു ഫാക്റ്റാണ് ആ സമയം തൊട്ട്.